സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കെ പശ്ചിമബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ. ബംഗാളിലെ മുഴുവൻ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി അറിയിച്ചു. പഞ്ചാബിൽ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വ്യക്തമാക്കി. സഖ്യത്തിലെ ആശയക്കുഴപ്പം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പശ്ചിമബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച ഫലം കണ്ടില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞു. താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തള്ളി. 42 സീറ്റുകളും തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങാൻ നേതാക്കളോടും പ്രവർത്തകരോടും മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. മമതയുടെ ദയയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് അധുരൻ ചൗധരി പ്രതികരിച്ചതിന് പിന്നാലെയാണ് മമതാ ബാനർജി നിലപാട് ഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നും TMC അധ്യക്ഷ വ്യക്തമാക്കി. പഞ്ചാബിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചു. 13 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക ആം ആദ്മി പാർട്ടി തയ്യാറാക്കി. बंगाल च ममता बनर्जी ने कहता फिर तुसी की कहोगे हुण देश में पंजाब बनेगा हीरो। 2024 में लोकसभा चुनाव में आम आदमी पार्टी के पक्ष में 13-0 वो हो सकता है कोई उनके साथ बातचीत चल रही हो उस लेवल पे, लेकिन पंजाब में हम ऐसा नहीं करने वाले. पंजाब में कांग्रेस से हमारा ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. മമത ഇല്ലാത്ത ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ മുതിർന്ന നേതാവാണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷേ മമതാജി ഞങ്ങളുടെ സീനിയർ നേതാവാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇന്ത്യ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാവരും ബംഗാൾ ന്യായയാത്രയുടെ ഭാഗമാകും എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.